ഹായ് ഗൈസ്, എല്ലാവർക്കും ഡ്രാമ ടൈലിലേക്ക് സ്വാഗതം. അപ്പൊ നമുക്കിന്നൊരു പുതിയ ഡ്രാമ കണ്ടാലോ? 2021 ഇറങ്ങിയ ഒരു ചൈനീസ് ഹൈസ്കൂൾ ഡ്രാമയാണ് എ റിവർ റൺ ത്രൂ ഇറ്റ്. സാധാരണ നമ്മൾ ട്രയാങ്കിൾ ലവ് സ്റ്റോറി കണ്ടാണ് പരിചയം, പക്ഷെ ഈ ഡ്രാമയിൽ നമുക്ക് പെന്റഗൺ ഹെക്സഗൺ സ്റ്റോറീസ് ഒക്കെ കാണാം. അപ്പൊ ലാഗ് അടിക്കാതെ നമുക്ക് ഡ്രാമയിലേക്ക് പോകാം. ഈ ബുക്കൊക്കെ പിടിച്ചു വരുന്നതാണ് നമ്മുടെ കഥാനായിക. ഇവളുടെ പേര് ഷൗജു എന്നാണ്. ഇവളുടെ ഫാമിലി ഈ സ്ഥലത്തേക്ക് പുതിയ താമസക്കാരായി വന്നിരിക്കുകയാണ്. അവളങ്ങനെ നടന്നു വരുമ്പോൾ അവളുടെ അമ്മ ഒരു ആന്റിയോട് സംസാരിച്ചിരിക്കുകയായിരിക്കും. അങ്ങനെ അവളെ പരിചയപ്പെടുത്തി കൊടുക്കുമ്പോഴാണ് അറിയുന്നത് അവരുടെ മകനും അവൾ പഠിക്കുന്ന സെയിം സ്കൂളിലാണെന്ന്. അങ്ങനെയാണെങ്കിൽ നിനക്ക് എന്റെ മകന്റെ കൂടെ സ്കൂളിൽ പോകാം എന്നൊക്കെ അവർ പറഞ്ഞു കൊടുക്കുന്നു. അങ്ങനെ അവർ പുതിയ വീട്ടിൽ സാധനങ്ങളൊക്കെ അറേഞ്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ നമ്മുടെ ഷോജു അവളുടെ അമ്മയോട് അവൾക്ക് പുതിയ യൂണിഫോം വാങ്ങാൻ വേണ്ടി 100 രൂപ ചോദിക്കുന്നു. നിന്റെ പഴയ യൂണിഫോം തന്നെ പോരെ എന്നൊക്കെ അവളുടെ അമ്മ ചോദിക്കുമ്പോൾ അനിയന് വാങ്ങിക്കൊടുത്തല്ലോ എന്നാണ് ഷോജു ചോദിക്കുന്നത്. അവൻ ചെറിയ കുട്ടിയല്ലേ, അവൻ ആ യൂണിഫോം ഇനിയും ഉപയോഗിക്കാം, പക്ഷെ നിനക്ക് ഈ ഒരു വർഷത്തേക്കായിട്ട് എന്തിനാ പുതിയ യൂണിഫോം വാങ്ങേണ്ടത് എന്നൊക്കെ അവളുടെ അമ്മ പറയുന്നു. ഇതൊക്കെ കേട്ട് ഷോജുവിന്റെ അച്ഛനാണെങ്കിൽ അവളെ സപ്പോർട്ട് ചെയ്യാൻ വരുന്നുണ്ടെങ്കിലും അവളുടെ അമ്മ അവരെ സാധനം വാങ്ങാനൊക്കെ പറഞ്ഞയക്കുന്നു. ഇപ്പൊ കാണിക്കുന്നത് കുറച്ച് ബോയ്സ് എല്ലാരും കൂടി ഒരു കുട്ടിയെ സൈക്കിളിൽ ഓടിക്കുന്നതാണ്. അങ്ങനെ അവൻ സ്പീഡിൽ സൈക്കിൾ ഓടിക്കുന്ന വഴി ഒരു ചെക്കൻ വന്ന് അവന്റെ മുമ്പിലായിട്ട് സൈക്കിൾ നിർത്തുന്നു. ഇതാണ് ലൂഷി. ഇവരെല്ലാവരും കൂടി ഓടിച്ച ആ ചെക്കന്റെ പേരാണ് ചെലങ്. ഓ, മാത്തമാറ്റിക്കൽ കോമ്പറ്റീഷൻ ഒക്കെ പ്രൈസ് കിട്ടിയിട്ടുണ്ടല്ലോ, ഇവന് നമുക്ക് ഇന്ന് തന്നെ തീർക്കാം എന്നൊക്കെ അവര് പറയുമ്പോൾ നിനക്ക് പ്രൈസ് വേണമെങ്കിൽ നീ പഠിച്ചു വാങ്ങ് എന്നും പറഞ്ഞ് ചെലങ് അവിടുന്ന് പോകാൻ നോക്കുമ്പോൾ അവരെല്ലാവരും കൂടി അവനെ പിടിച്ചു നിർത്തി അവന്റെ പോക്കറ്റ് ഫുള്ള് അരിച്ചു പൊറുക്കുന്നു പൈസ കിട്ടാൻ വേണ്ടി. അവന്റെ കയ്യിൽ പൈസയൊന്നും ഇല്ലാത്തത് കാരണം നീ പൈസയൊക്കെ എവിടെ വെച്ചത് എന്ന് അവർ ചോദിക്കുമ്പോൾ ചെലങ് അവന്റെ കൈ പിടിച്ചിട്ട് നിങ്ങൾക്ക് ആക്ടിംഗ് ഒന്നും മതിയായില്ലേ, മര്യാദക്ക് വീട്ടിൽ പോയിക്കോ എന്ന് പറഞ്ഞ് അവരെ തലയ്ക്കൊക്കെ ഇട്ട് മേടുന്നു. ശരിക്കും ഇവരെല്ലാവരും ബുള്ളി ചെയ്തതൊന്നുമല്ല, ഇവരെല്ലാവരും നല്ല കട്ട ഫ്രണ്ട്സ് ആണ്. ചെലങ് ഇങ്ങനെ പറയുന്നത് കേട്ടിട്ട് ഓ നീ എന്ത് ബോറിംഗ് ആണ് എന്നൊക്കെയാണ് ലൂഷി പറയുന്നത്. നിനക്ക് മോഷണം നടത്തി അത്രയ്ക്ക് പ്രാക്ടീസ് ഉണ്ടോ എന്നൊക്കെ ചെലങ് ചോദിക്കുന്നത് കേട്ട് ഞാൻ മോഷണം നടത്തിയാല് നീ അതറിയില്ലേ, നീയല്ലേ എന്റെ കൂടെ എപ്പോഴും ഉണ്ടാകാറ് എന്നൊക്കെ ലൂഷി പറയുന്നു. അങ്ങനെ അവരെല്ലാവരും കൂടി നെക്സ്റ്റ് ടാർഗറ്റ് ബൗബൗ ആവട്ടെ എന്ന് പറഞ്ഞ് അവരെ ടാർഗറ്റ് ചെയ്ത് ഓടിക്കുന്നു. പുതിയ വീട്ടിലേക്ക് വന്നതിനെ സെലിബ്രേറ്റ് ചെയ്യുകയാണ് നമ്മുടെ ഷോജുവും ഫാമിലിയും. പേടിച്ച് പുറകിലേക്ക് ഓടുന്ന ഷോജു ചെന്ന് ഇടിക്കുന്നത് ചെങ്ങലങ്ങിന്റെ സൈക്കിളിലേക്കാണ്. അങ്ങനെ ഒരു നിമിഷം അവൾ അവനെ തന്നെ നോക്കി നിൽക്കുന്നു. അവിടേക്ക് നമ്മുടെ ലൂഷിയും വരുന്നു. ഇവർ രണ്ടുപേര് താമസിക്കുന്നതും ഇവിടെ തന്നെയാണ്. അങ്ങനെ ഷോജു പടക്കം പൊട്ടിക്കാൻ പേടിക്കുന്നത് കണ്ട് ലൂഷി പറയുകയാണ് ഇവളൊരു പൊട്ടത്തി പെണ്ണാണ്, അല്ലാതെ ഈ പടക്കം പൊട്ടിക്കാനൊക്കെ ആരെങ്കിലും പേടിക്കുമോ എന്ന്. ഷോജുവിന് പടക്കം പൊട്ടിക്കാൻ പേടി കാരണം അവളുടെ അച്ഛൻ അവളോട് ആ സ്റ്റിക്ക് പിടിച്ചോളാൻ പറഞ്ഞ് അവളുടെ അച്ഛൻ തന്നെ പടക്കം പൊട്ടിക്കുന്നു. അവളുടെ കയ്യിൽ നിന്ന് ആ പടക്കം പൊട്ടുന്നത് കണ്ട് പേടിച്ച് അവൾ ആ വടി എറിയുമ്പോൾ ആ പടക്കം നേരെ ചെന്ന് ലൂഷിയുടെ ബാക്കിൽ വീഴുന്നു. അങ്ങനെ ആ പടക്കം ഫുള്ളായി അവന്റെ ബാക്കിൽ ഇരുന്ന് പൊട്ടിത്തീരുന്നു. അങ്ങനെ അവന്റെ ബാക്കിന്റെ കാര്യത്തിൽ ഒരു തീരുമാനമായി. പാവം നമ്മുടെ ലൂഷിക്കാണെങ്കിൽ മര്യാദക്ക് ഇരിക്കാൻ പോലും പറ്റാത്ത അവസ്ഥയായി. ഷോജു അവനോട് സോറി ചോദിക്കാൻ വേണ്ടി അവന്റെ വീട്ടിൽ വന്നിരിക്കുകയാണ്. അവൾ അങ്ങനെ സോറി ചോദിക്കുമ്പോൾ അവൻ അവളോട് പുറത്തു പോകാനൊക്കെ പറയുന്നു. നിനക്ക് അത്രയ്ക്ക് സോറി ചോദിക്കണമെങ്കിൽ നീ തിരിഞ്ഞു നിൽക്ക്, ഞാൻ നിന്റെ ബാക്കിൽ ബോംബ് പൊട്ടിക്കട്ടെ എന്നൊക്കെ അവൻ പറയുന്നത് കേട്ട് നീ എന്താ ഇങ്ങനെയൊക്കെ പറഞ്ഞേ എന്ന് അവൾ ചോദിക്കുമ്പോൾ ഞാൻ ഇങ്ങനെ തന്നെയാണ്, ഇപ്പൊ നീ ഹാപ്പി ആയില്ലേ, ഇനി പുറത്തു പോ എന്നൊക്കെ അവൻ പറയുമ്പോഴാണ് അവന്റെ അച്ഛനും ഷോജുവിന്റെ അമ്മയും കൂടി ആ റൂമിലേക്ക് വരുന്നത്. അവളുടെ അമ്മ അവരോട് സോറിയൊക്കെ പറയുമ്പോൾ അവൻ അവരോട് കുഴപ്പമില്ല എന്നൊക്കെ പറയുന്നു. ഇതൊക്കെ കേട്ട് അവന്റെ അച്ഛനാണെങ്കിൽ നിങ്ങളതൊന്നും കാര്യമാക്കണ്ട, അവന്റെ കയ്യിലിരിപ്പോണ്ടായിരിക്കും അവനത് കിട്ടിയിട്ടുണ്ടാവുക, അവനൊരു ആൺകുട്ടിയല്ലേ, അവൻ അതൊക്കെ സഹിച്ചോളും എന്ന് പറയുമ്പോൾ ഷോജുവിന്റെ അമ്മയാണെങ്കിൽ എന്നാലും അവനെ ഹോസ്പിറ്റലിലേക്ക് ഒന്ന് കൊണ്ടുപോയേക്ക്, എന്തെങ്കിലും പറ്റിയിട്ടുണ്ടെങ്കിലോ എന്നൊക്കെ പറയുമ്പോൾ അവന്റെ അച്ഛൻ പറഞ്ഞു പേടിക്കണ്ട, ഞാനൊരു ഡോക്ടറാണ് എന്ന്. ഇത് കേട്ട് ലൂഷി പറയുന്നു സ്കൂളിലെ ഡോക്ടറെ എങ്ങനെയാ ഡോക്ടർ എന്ന് പറയുക എന്നൊക്കെ ചോദിക്കുമ്പോൾ അവന്റെ അച്ഛൻ അവനെ ചീത്ത പറയുന്നു. ഷോജുവിന്റെ അമ്മ അവരുടെ കയ്യിൽ മരുന്നൊക്കെ വാങ്ങിക്കോ എന്നും പറഞ്ഞ് കുറച്ച് പൈസ കൊടുക്കുമ്പോൾ അവന്റെ അച്ഛനാണെങ്കിൽ ഇത് വാങ്ങാൻ കൂട്ടാക്കുന്നില്ല. കുറച്ചു മുമ്പ് യൂണിഫോം വാങ്ങാൻ പൈസ ചോദിച്ചപ്പോൾ പൈസ ഇല്ല എന്ന് പറഞ്ഞ അമ്മ ഇപ്പോ ഇവർക്ക് പൈസ കൊടുക്കുന്നത് കണ്ട് കണ്ണ് തള്ളി നിൽക്കുകയാണ് നമ്മുടെ ഷോജു. അവന്റെ അച്ഛൻ പൈസ വാങ്ങാത്തത് കണ്ട് അവന്റെ കയ്യിൽ പൈസയും കൊടുത്ത് ഷോജുവും അവളുടെ അമ്മയെ അവിടുന്ന് പോകുന്നു. വീട്ടിലെത്തിയതിനു ശേഷം അവളുടെ അമ്മ അവളെ ഒരുപാട് ചീത്ത പറയുമ്പോൾ അവളുടെ അച്ഛൻ വന്നിട്ട് അവൾ മനഃപൂർവ്വം ചെയ്തതൊന്നുമല്ലല്ലോ എന്നൊക്കെ പറഞ്ഞ് അവളെ സപ്പോർട്ട് ചെയ്യുന്നു. അങ്ങനെ അവരെല്ലാവരും കൂടി ഫുഡ് കഴിക്കുമ്പോൾ അവളുടെ അമ്മ അവളുടെ അനിയന് ഡംസ്ട്രിക് ഒക്കെ കൊടുക്കുന്നു. ഇത് കണ്ടിട്ട് അവളുടെ അച്ഛൻ അവൾക്കും ഒരു ഡംസ്ട്രിക് ഒക്കെ കൊടുക്കുന്നുണ്ട്. ഷോജുവിന്റെ അമ്മയ്ക്ക് ഷോജുവിനേക്കാൾ കൂടുതൽ അവളുടെ അനിയനോട് സ്നേഹമുള്ളതായിട്ടാണ് നമുക്ക് തോന്നുന്നത്. അങ്ങനെ കാർട്ടൂണും കണ്ടു കിടക്കുന്ന ലൂഷിയുടെ അടുത്തേക്ക് അവന്റെ അച്ഛൻ ഫുഡൊക്കെ കൊണ്ടു കൊടുക്കുന്നു. ഫുഡ് കണ്ട ലൂഷിയാണെങ്കിൽ ഞാനിവിടെ വയ്യാതെ കിടക്കുകയാണ്, എന്നിട്ട് ഇത് മാത്രമാണ് എനിക്ക് കഴിക്കാൻ തരുന്നത്,
അമ്മ ഒന്ന് ബിസിനസ് ട്രിപ്പ് കഴിഞ്ഞ് വന്നാ മതിയായിരുന്നു എന്നും പറഞ്ഞ് അവന്റെ അച്ഛനോട് ഷോജുവിന്റെ അമ്മ തന്ന പൈസ താ, അങ്ങനെയാണെങ്കിൽ നമുക്ക് രണ്ടുപേർക്കുള്ള ഫുഡ് ഞാൻ വാങ്ങിച്ചു കൊണ്ടുവരാം എന്ന് പറയുന്നു. അത് കേട്ട അവന്റെ അച്ഛനാണെങ്കിൽ ആ പൈസ ഞാൻ ഇപ്പൊ തന്നെ അവർക്ക് തിരിച്ചു കൊടുക്കാൻ പോവുകയാണ്, ഇനി ആ ചെങ്ലെങ്ങിനെ കണ്ടുപഠിക്ക്, അവൻ നന്നായി പഠിച്ച് മാർക്ക് വാങ്ങിക്കുന്നുണ്ട് എന്നും പറഞ്ഞ് അവനെ അങ്ങ് ഉപദേശിക്കാൻ തുടങ്ങി. ഉപദേശം കേട്ടുമടുത്ത ലൂഷി തന്റെ റൂമിൽ പോയി അവിടുന്ന് ഗെയിം കളിക്കുന്നു. ഇനി നമ്മുടെ ചെങ്ലെങ്ങിനെയാണ് കാണിക്കുന്നത്. എല്ലാവരുടെ മുമ്പിലും ഗെയിം ഒന്നും കളിക്കാത്ത നല്ല കുട്ടിയാണ് ചെങ്ലെങ്. പക്ഷെ അവൻ സീക്രട്ട് ആയിട്ട് ഗെയിം കളിക്കലൊക്കെ ഉണ്ട്. അവൻ ഇന്ന് മാത്സ് കോമ്പറ്റീഷനിൽ പ്രൈസ് ഒക്കെ കിട്ടിയത് കൊണ്ട് അവന്റെ അമ്മ നല്ല ഫുഡൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. നിനക്ക് നിന്റെ അച്ഛന്റെ കഴിവായിരിക്കും മാത്സിൽ കിട്ടിയിട്ടുണ്ടാവുക എന്നൊക്കെ അമ്മ പറയുമ്പോൾ അവന്റെ അച്ഛനെ കാണിക്കുന്നു. അവന്റെ അച്ഛനാണെങ്കിൽ കുറെ കാലം മുന്നേ മരിച്ചു പോയതാണ്. അങ്ങനെ അച്ഛനെ കുറിച്ച് പറഞ്ഞപ്പോൾ സാഡായി നിന്ന അമ്മയെ അവൻ ഓരോന്ന് പറഞ്ഞ് ചിരിപ്പിക്കുന്നു. ലൂഷിക്ക് എങ്ങനെയുണ്ട് എന്ന് ചെങ്ലെങ്ങിന്റെ അമ്മ ചോദിക്കുമ്പോൾ അമ്മയ്ക്ക് അവനെ കുറിച്ച് അറിയില്ലേ. അവൻ എന്തെങ്കിലും പറ്റിയ അവൻ നാളെ കൂളായിട്ട് സ്കൂളിലേക്ക് വരും എന്നൊക്കെ പറയുന്നു. അങ്ങനെ രാത്രി കിടക്കാറായപ്പോൾ അവരുടെ കൂടെ അവരുടെ അനിയനെയും കിടത്തുന്നത് കണ്ട് ഞാനിപ്പോ വലുതായില്ലേ, ഇനിയും ഇവന്റെ കൂടെ റൂം ഷെയർ ചെയ്യണോ എന്നൊക്കെ അവൾ ചോദിക്കുന്നത് കേട്ട് അവളുടെ അമ്മ അവളെ ചീത്ത പറഞ്ഞുകൊണ്ട് പറയുന്നു, ഇവിടെ ആകെ 2 റൂമല്ലേ ഉള്ളൂ, അതുമല്ല നിന്റെ അനിയൻ ചെറുതല്ലേ എന്നൊക്കെ. ഇതൊക്കെ കണ്ട് ഷോജു ഒറ്റയ്ക്ക് പറയുകയാണ്, വീട് മാറേണ്ട ആവശ്യമില്ലായിരുന്നു, നാട്ടിലാണെങ്കിൽ എനിക്കായിട്ട് ഒരു റൂമെങ്കിലും ഉണ്ടായിരുന്നു എന്ന്. അവളുടെ അനിയൻ അവളോട് കഥ പറഞ്ഞു തരാൻ പറയുമ്പോൾ അപ്പോഴാണ് അവൾക്കൊരു ഐഡിയ വരുന്നത്. അവള് റൂമിലെ ലൈറ്റൊക്കെ ഓഫ് ചെയ്ത് തലയിലൂടെ പുതപ്പൊക്കെ ഇട്ട് അവളുടെ അനിയന് ഒരു പ്രേതത്തിന്റെ കഥ പറഞ്ഞു. അത് കേട്ട് പേടിച്ച് അവളുടെ അനിയനാണെങ്കിൽ കരഞ്ഞുകൊണ്ട് അവളുടെ അമ്മേന്റെ അടുത്തേക്ക് പോകുന്നു. ഇപ്പൊ ഷോജുവിന് ഒറ്റയ്ക്ക് റൂം കിട്ടിയ സന്തോഷത്തിൽ അവൾ സുഖമായിട്ട് കിടന്നുറങ്ങുന്നു. രാവിലെയായി പോത്തുപോലെ കിടന്നുറങ്ങുന്ന ഷോജുവിന്റെ അടുത്തേക്ക് അവളുടെ അമ്മ വന്നിട്ട് അവളെ വിളിച്ചുകൊണ്ട്, ഇന്നല്ലേ സ്കൂൾ തുറക്കുന്നത്, ഇന്നും നീ ലേറ്റ് ആയിട്ടാണ് പോകുന്നത് എന്ന് ചോദിക്കുമ്പോൾ, ഇത്ര ലേറ്റ് ആയിട്ടും അമ്മ എന്തുകൊണ്ട് എന്നെ വിളിക്കാത്തത് എന്ന് പറഞ്ഞുകൊണ്ട് ബെഡിൽ നിന്ന് ചാടി എഴുന്നേറ്റ് ഷോജു എങ്ങനെയൊക്കെ റെഡിയായി സ്കൂൾ ഗേറ്റ് പൂട്ടുന്നതിന് മുമ്പേ സ്കൂളിലെത്തുന്നു. സ്കൂൾ മാറി വന്നതുകൊണ്ട് അവളുടെ സ്കൂളിലെ ബാക്കി എല്ലാവർക്കും ഒരേ യൂണിഫോമും അവൾക്ക് മാത്രം വേറെ യൂണിഫോമുമാണ്. സ്കൂളിൽ ഫസ്റ്റ് ഡേ ആയതുകൊണ്ട് അവളുടെ സാറ് അവളെയും കൂട്ടി വന്ന് ക്ലാസ്സിൽ എല്ലാവർക്കും പരിചയപ്പെടുത്തി കൊടുക്കുന്നു. അവളോട് ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ പറയുമ്പോൾ അവൾ അവളുടെ പേര് മാത്രമാണ് പറയുന്നത്. ഇത് കേട്ട് അവളുടെ സാറ്, നമ്മുടെ പുതിയ സ്റ്റുഡന്റ് കുറച്ച് ഷൈ ആണ് എന്നും പറഞ്ഞ് അവളോട് എല്ലാവരുടെയും പേര് പരിചയപ്പെടാൻ വേണ്ടി അറ്റൻഡൻസ് അവളോട് എടുക്കാൻ പറയുന്നു. അറ്റൻഡൻസ് എടുത്തുകൊണ്ട് നിൽക്കുമ്പോൾ എല്ലാവരും പ്രസന്റ് പറയുന്നുണ്ട്. അങ്ങനെ ലൂഷിയുടെ പേര് വരുമ്പോൾ അവൾ അറിയാതെ അവന്റെ പേര് തെറ്റിച്ചു വായിക്കുന്നു. കറക്റ്റ് ടൈമിലാണ് ജനലിലൂടെ അവന്റെ ബാഗും എറിഞ്ഞ് ലൂഷി അങ്ങോട്ട് ചാടി വരുന്നത്. എന്റെ പേര് ലൂഷി എന്നാണെന്നൊക്കെ പറഞ്ഞുകൊണ്ട്, വെറുതെ ഇന്ന് രാവിലെ എന്റെ വലത്തെ കണ്ണ് തുടിച്ചത്, നീ ഞങ്ങളുടെ ക്ലാസ്സിലേക്ക് വരുന്നത് കൊണ്ടാകാം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അവൻ അവന്റെ സീറ്റിൽ പോയിരിക്കുന്നു. ക്ലാസ്സിൽ ബഹളം കേട്ട് സാർ അവിടേക്ക് വരുന്നു. നീ ഇന്നും ലേറ്റ് ആയിട്ടാണ് വന്നത് എന്നൊക്കെ ലൂഷിയോട് ചോദിച്ച് ഷോജുവിനോട് അവളുടെ സീറ്റിലും ഇരിക്കാൻ പറഞ്ഞ് അങ്ങനെ അവർക്ക് ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുന്നു. അങ്ങനെ ബ്രേക്ക് ഒക്കെ ആയി ഷോജു ഒറ്റയ്ക്ക് ഇരിക്കുന്ന സമയത്താണ് അവളുടെ അടുത്തേക്ക് ഒരു കുട്ടി പരിചയപ്പെടാൻ വരുന്നത്. ഇവളുടെ പേരാണ് ക്യൂ. നിനക്ക് ഞാൻ സ്കൂൾ കാണിച്ചു തരാം എന്നും പറഞ്ഞ് അവളെയും കൊണ്ട് പുറത്തൊക്കെ പോകുന്നു. അങ്ങനെ അവര് പുറത്തേക്ക് പോയിക്കൊണ്ടിരിക്കുമ്പോൾ ലൂഷി അവളുടെ വായ പൊത്തിപ്പിടിച്ച് അവളെ മാറ്റി നിർത്തുന്നു. ഞാൻ നിന്നോട് പറഞ്ഞതല്ലേ നിന്റെ ബാഗ് പൊള്ളിയ കാര്യം ഞാൻ ആരോടും പറയില്ല എന്ന് ഷോജു പറഞ്ഞത് കേട്ട്, ഞാനൊരു കാര്യം ഉറപ്പിച്ച് പറഞ്ഞേക്കാം, ഈ കാര്യം എങ്ങാൻ ആരെങ്കിലും അറിഞ്ഞാൽ പിന്നെ ഞാൻ എന്താ ചെയ്യാൻ പോകാന്ന് എനിക്ക് തന്നെ അറിയില്ല എന്ന് അവളോട് ലൂഷി പറയുന്നു. ഞാൻ ആരോടും പറയില്ല എന്ന് ഷോജു പ്രോമിസ് ചെയ്യുന്നുണ്ട്. ഈ സമയത്താണ് ഷൗജു അവളുടെ കൂടെ ഇല്ല എന്ന് മനസ്സിലാക്കിയ ക്യൂ അവിടേക്ക് വരുന്നത്. അങ്ങനെ അവർ നടന്നുകൊണ്ട് പോകുമ്പോൾ, നീ സ്കൂൾ മാറി വന്നതുകൊണ്ട് പഠിക്കാൻ നിനക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ എന്നൊക്കെ ചോദിക്കുമ്പോൾ, പഴയ സ്കൂളിലെ എന്റെ ഗ്രേഡൊക്കെ നല്ലതായിരുന്നു, അതുകൊണ്ട് എനിക്ക് കുഴപ്പമൊന്നും ഉണ്ടാവില്ല എന്ന് ഷോജു പറയുന്നു. പക്ഷെ ക്ലാസ്സിലിരിക്കുന്ന ഷോജുവിനാണെങ്കിൽ ടീച്ചർ പറഞ്ഞതൊന്നും മനസ്സിലാവുന്നില്ല. ടീച്ചറോട് ക്ലാസ് എടുക്കുമ്പോൾ ലൂഷി അവിടെ ഗെയിം കളിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇത് കണ്ട ടീച്ചർ അവനോട് ക്വസ്റ്റ്യനിലെ ആൻസർ പറയാൻ പറയുമ്പോൾ അവൻ നേരെ ഷോജുവിനിട്ട് പണി കൊടുക്കുന്നു. നമ്മുടെ ട്രാൻസ്ഫർ ആയി വന്ന കുട്ടി നന്നായിട്ട് ശ്രദ്ധിച്ചിരിക്കുന്നുണ്ട്, അവളോട് ചോദിച്ചു നോക്കൂ എന്ന് പറയുന്നു. അത് കേട്ട ടീച്ചർ ആണെങ്കിൽ ഷോജുവിനോട് പറയുന്നു, ഇത് ബേസിക് ആയ ക്വസ്റ്റ്യൻ ആണ്, അതുകൊണ്ട് പേടിക്കാണ്ട് ആൻസർ പറഞ്ഞോളൂ എന്ന്. ഷോജു ആണെങ്കിൽ എഴുന്നേറ്റ് നിന്ന് പറയുന്ന ആൻസറോ 0 എന്ന്. ഇത് കേട്ട് ക്ലാസ് ഫുള്ള് ചിരിക്കുന്നു. എങ്ങനെ നോക്കിയാലും 0 ആൻസർ കിട്ടില്ലല്ലോ എന്നൊക്കെയാണ് ടീച്ചർ ചോദിക്കുന്നത്. അവൾ അങ്ങനെ ആകെ നാണം കെട്ടുപോയി. അങ്ങനെ അവർക്ക് ടെസ്റ്റ് പേപ്പറിന്റെ ഷീറ്റ് കൊടുക്കുമ്പോഴും അവളുടെ മാർക്ക് കുറവായിരുന്നു. അത് മാത്രമല്ല അവൾ ചെയ്യുന്ന എക്സ്പെരിമെന്റ് ആണെങ്കിലും എല്ലാം അബദ്ധമായിരുന്നു. അവൾ അങ്ങനെ വെള്ളം എടുക്കാൻ വന്നപ്പോൾ സോൺ ഔട്ടായി നിൽക്കുന്നത് കണ്ട് ചെങ്ലെങ് വന്നിട്ട് അവളുടെ പൈപ്പ് പെട്ടെന്ന് പൂട്ടുന്നു.
പഠിപ്പിക്കുന്നതൊന്നും മനസ്സിലാവാത്തത് കൊണ്ടും അവളുടെ മാർക്ക് കുറഞ്ഞത് കൊണ്ടും സങ്കടത്തിലാണ് ഷോജു. ഞങ്ങളുടെ സ്കൂളിൽ ബാക്കി സ്കൂൾ വെച്ച് നോക്കുമ്പോൾ കുറച്ചും കൂടി ഫാസ്റ്റ് ആയിട്ടാണ് ക്ലാസ് ഒക്കെ എടുക്കാറ്. പക്ഷെ നീ പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല, നീ ഒന്നും കൂടി ശ്രദ്ധിച്ച് പഠിച്ചാൽ നിനക്ക് നന്നായിട്ട് മാർക്ക് വാങ്ങാൻ പറ്റും എന്നൊക്കെ ചെങ്ലങ് പറഞ്ഞത് കേട്ട് നിനക്കതൊക്കെ പറയാം, നീ ഫിസിക്സിലും മാത്സിലും ഒക്കെ ടോപ്പർ അല്ലേ, സ്കൂളിന്റെ അഭിമാനമല്ലേ നീ എന്നൊക്കെ ഷോജു പറഞ്ഞത് കേട്ട് നീ വളരെ ഫണ്ണിയാണെന്ന് ചെങ്ലങ് പറയുന്നു. അങ്ങനെ അവർ രണ്ടുപേരും കൂടി സംസാരിച്ച് വന്നുകൊണ്ടിരിക്കുകയാണ്. ലൂഷി അവിടെ കളിക്കുന്നത് കണ്ട് അവൻ മാറിയോ, അവന് കളിക്കാനൊക്കെ പറ്റുമോ എന്ന് ചോദിക്കുമ്പോൾ ഫുള്ളായിട്ട് മാറിയിട്ടില്ല, എന്നാലും അവന് കുഴപ്പമില്ല എന്നൊക്കെ ചെങ്ലങ് പറയുന്നു. അങ്ങനെ അവർ നടന്നു വരുമ്പോ ഷോജുവിനെ ആരോ തട്ടിയിട്ട് അവളുടെ കയ്യിലുള്ള ചൂടുവെള്ളം ഷോജുവിന്റെ ബാക്കിലേക്ക് തൂക്കുന്നു. ഓൾറെഡി പുള്ളി കിടക്കുമ്പോ ചൂടുവെള്ളം കൂടി. ആഹാ, എന്നെ ആരോ തട്ടിയിട്ടതാണ്, സോറി എന്നൊക്കെ ഷോജു പറയുന്നുണ്ടെങ്കിലും ലൂഷി അവളോട് നന്നായിട്ട് ചൂടാകുന്നു. നിന്നെ എപ്പോ കണ്ടാലും എനിക്ക് ബാഡ് ലക്കാണ് എന്നും പറഞ്ഞ് അവൻ അവിടെ നിന്ന് പോകുന്നു. വീണ്ടും ലൂഷിയെ ദേഷ്യം പിടിപ്പിച്ചല്ലോ എന്ന സങ്കടത്തിലാണ് ഷോജു. അവള് ചെങ്ലങ്ങിന്റെ അടുത്ത് വന്ന് ഒരു ഓയിൽമെന്റ് കൊടുത്തിട്ട് ഇത് ലൂഷിക്ക് കൊടുക്കുമോ എന്ന് ചോദിക്കുന്നു. നിനക്ക് ഡയറക്റ്റ് കൊടുത്താൽ പോരെ എന്ന് ചെങ്ലങ് ചോദിക്കുമ്പോൾ എനിക്ക് ഡയറക്റ്റ് കൊടുക്കാൻ പേടിയാണ്, ഞാൻ ഓൾറെഡി ഇന്നലെ അവന്റെ ബാക്ക് പൊള്ളിച്ചതാണ്, അതിന്റെ കൂടെ ഇന്ന് ആ മുറിയിൽ ചൂടുവെള്ളം കൂടി ഒഴിച്ചു എന്നിവർ പറയുന്നത് ബോബോ കേൾക്കുന്നു. നീ എന്താ പറഞ്ഞേ, നീ അവന്റെ ബാക്ക് പൊള്ളിച്ചെന്നോ എന്ന് ബോബോ ഉറക്കെ പറയുന്നു. ഇതേ സമയത്താണ് ലൂഷി ക്ലാസ്സിലേക്ക് വരുന്നത്. ആരോടും പറയരുത് എന്ന് പറഞ്ഞ കാര്യം ക്ലാസ്സിൽ എല്ലാവരും അറിഞ്ഞത് കണ്ട് പെട്ട് കിടക്കുകയാണ് നമ്മുടെ ഷോജു അവളുടെ റൂമിലിരുന്ന് അവളുടെ പഴയ ഫ്രണ്ട്സിന്റെ ഫോട്ടോ ഒക്കെ നോക്കി സങ്കടപ്പെട്ടിരിക്കുകയാണ്. ഇത് കണ്ട് അവളുടെ അമ്മ അവളുടെ അടുത്ത് വന്നിട്ട് ഒരാഴ്ചയല്ലേ നീ സ്കൂൾ മാറിയിട്ട്, നിന്റെ ഗ്രേഡൊക്കെ എങ്ങനെയുണ്ട് എന്ന് ചോദിക്കുമ്പോൾ അത്രയ്ക്ക് നല്ലതല്ല എന്ന് അവൾ പറയുന്നത് കേട്ട് അവൾ ഒരുപാട് ഉപദേശിക്കുന്നു. ഞാനും നിന്റെ അച്ഛനും എത്രയോ പൈസ കൊടുത്താണ് നിനക്ക് അവിടെ അഡ്മിഷൻ വാങ്ങിയത്, അതുകൊണ്ട് നന്നായിട്ട് പഠിക്കണം എന്നൊക്കെ അവളുടെ അമ്മ പറഞ്ഞത് കേട്ട് നമ്മുടെ ഫാമിലിയിൽ ആർക്കും പഠിക്കാനുള്ള കഴിവൊന്നുമില്ല എന്ന് ഷോജു പറയുമ്പോൾ അവളുടെ അനിയൻ വന്ന് പറയുന്നു, അമ്മേ എനിക്ക് ക്ലാസ്സിലെ ഫസ്റ്റ് ആണ് എന്ന്. ഷോജുവിന് ഒരു വലിയ പാരയാണ് അവളുടെ അനിയൻ. അമ്മ പോയതിനു ശേഷം അവള് ബെഡിലിരുന്ന് അവളുടെ ഫ്രണ്ട്സിന്റെ ഫോട്ടോ ഒക്കെ നോക്കി കിടക്കുന്നു. ഈ സമയത്താണെങ്കിൽ അവളുടെ അനിയൻ കളിച്ചുകൊണ്ടിരിക്കുമ്പോൾ ബെഡിനടിയിൽ എന്തോ പോയപ്പോൾ ഷോജുവിന്റെ ഷൂ കൊണ്ട് അത് എടുക്കാൻ നോക്കുമ്പോൾ അവളുടെ ഷൂ കീറി പോകുന്നു. ഷോജുവിനെ പേടിച്ച് അവൻ എങ്ങനെയൊക്കെയോ സലോ ടേപ്പ് ഒക്കെ വെച്ച് അത് ഒട്ടിച്ചു വെക്കുന്നു. ഇതൊന്നും അറിയാതെ ഷോജു ആ ഷൂ ഇട്ട് അടുത്ത ദിവസം സ്കൂളിലേക്ക് പോകുന്ന വഴിക്ക് അവൾ എവിടുന്ന് വീഴുമ്പോൾ ലൂഷിയും ബോബോവും അവൻ ഫ്രണ്ട്സും ഒക്കെ വന്ന് അവളെ കുറെ കളിയാക്കുന്നു. ഇവളുടെ ഷൂ കണ്ടില്ല, ഇവളുടെ ഷൂ കീറിപ്പോയതാണ് എന്ന് പറഞ്ഞ് അവരവിടുന്ന് കുറെ കളിയാക്കുന്നു. ആ സമയത്ത് ചെങ്ലങ് അവിടേക്ക് വന്ന് അവരെയൊക്കെ ക്ലാസ്സിലേക്ക് പറഞ്ഞയക്കുന്നു. എന്നിട്ട് ഷോജുവിനെ കൈ പിടിച്ച് എഴുന്നേൽപ്പിക്കുന്നു. ഇപ്പം നമ്മുടെ ഷോജുവിനെ മാർക്ക് കുറഞ്ഞതിന്റെ പേരിൽ ഓഫീസിലേക്ക് വിളിപ്പിച്ചിരിക്കുകയാണ്. ഒരാഴ്ചയായിട്ടും അവളുടെ മാർക്കൊന്നും ഇമ്പ്രൂവ് ആവാത്തത് കണ്ട് നിനക്ക് നിന്റെ പഴയ സ്കൂളിലേക്ക് തന്നെ പോകണോ, നീ ഒന്ന് വീട്ടുകാരുമായിട്ട് സംസാരിക്കാനൊക്കെ പറഞ്ഞയക്കുന്നു. ഇത് കേട്ട് ഷോജുവിന്റെ കണ്ണൊക്കെ നിറഞ്ഞിട്ടുണ്ട്. അങ്ങനെ അവൾ സങ്കടത്തിലിരിക്കുമ്പോഴാണ് അവളുടെ അടുത്തേക്ക് ചെങ്ലങ് വരുന്നത്. അവളുടെ ഷൂ റെഡിയാക്കാൻ പറ്റുമോ എന്ന് നോക്കട്ടെ എന്നും പറഞ്ഞ് അവൻ ബാസ്കറ്റ് ബോൾ കളിക്കുമ്പോഴുന്ന ഒരു ഷൂ അവൾക്ക് കൊടുക്കുന്നു. അങ്ങനെ ഷൂ നോക്കിക്കൊണ്ട് നിൽക്കുമ്പോൾ അവൻ ചോദിക്കുകയാണ്, നിനക്ക് ലൂഷിയോട് ദേഷ്യമുണ്ടോ? അവൻ അത്രയ്ക്ക് ബാഡ് ഗൈ ഒന്നുമല്ല, അവൻ കുറച്ച് നോട്ടിയാണ്, അവൻ തോന്നുന്നത് പറയും എന്നേ ഉള്ളൂ, അല്ലാതെ അവൻ അത്രയ്ക്ക് ബാഡ് ഒന്നുമല്ല എന്ന്. ഇത് കേട്ട് ഷോജു ആണെങ്കിൽ എന്തായാലും ഇനി അതൊന്നും എന്നെ ബാധിക്കാൻ പോകുന്നില്ല എന്ന് കരഞ്ഞുകൊണ്ട് പറയുന്നു. അങ്ങനെ ചെങ്ലങ് അവളുടെ ഷൂ നോക്കിക്കൊണ്ട് നിൽക്കുമ്പോഴാണ് കണ്ടത് അത് സലോ ടേപ്പ് കൊണ്ട് ഒട്ടിച്ചിരിക്കുന്നത്. അപ്പോഴാണ് ഷോജുവിന് മനസ്സിലായത് അവളുടെ ഷൂ പൊട്ടിപ്പോയതല്ല, അവളുടെ അനിയൻ ഒപ്പിച്ച പണിയാണെന്ന്. അങ്ങനെ വീട്ടിലെത്തിയ ഷോജു അവളുടെ അനിയനെ ഒരുപാട് അടിക്കുന്നു. ഇത് കണ്ടുകൊണ്ട് വരുന്ന അവളുടെ അമ്മ ഷോജുവിനെ ഒരുപാട് ചീത്ത പറയുന്നു. അമ്മ എപ്പോഴും എന്നെയാണ് കുറ്റം പറയുക, അവൻ ചെയ്ത ഈ തെറ്റിനും അമ്മ ഇപ്പൊ എന്നെയാണോ ചീത്ത പറയുന്നത്? അവനെ പ്രൈമറി സ്കൂളിൽ ചേർത്താൻ വേണ്ടി എന്നെയും സ്കൂൾ മാറ്റിയില്ലേ? അതിനു മുമ്പ് എന്നോടൊരു വാക്ക് ചോദിച്ചിരുന്നു എനിക്ക് സ്കൂൾ മാറണോ എന്ന്? എപ്പോഴും അവനെ മാത്രമാണ് കെയർ ചെയ്യുക എന്നും പറഞ്ഞ് കരഞ്ഞുകൊണ്ട് അവൾ വീട്ടിൽ നിന്ന് ഇറങ്ങി ഓടുന്നു. അവൾ അങ്ങനെ ഓടിച്ചെല്ലുന്നത് അവളുടെ അച്ഛൻ്റെ അടുത്തേക്കാണ്. അവിടെ എത്തുമ്പോൾ അവളുടെ അച്ഛൻ അവളുടെ കൊളീഗ്സിനോട് അവളുടെ അനിയനെ കുറിച്ച് പൊക്കി പറയുന്നത് കേട്ട് അപ്പൊ എല്ലാവർക്കും അവളെയാണ് ഇഷ്ടമാവാത്തത് എന്ന് വിചാരിച്ച് കരഞ്ഞുകൊണ്ട് അവൾ അവിടുന്ന് ഓടുന്നു. അവൾ അവിടുന്ന് ഓടുന്നത് കണ്ട് അവളുടെ അച്ഛൻ അവളുടെ അടുത്തേക്ക് ഓടിച്ചെല്ലുന്നു. അവളുടെ അച്ഛൻ അവൾക്ക് വേണ്ടി അവളുടെ ഫേവറേറ്റ് ജ്യൂസൊക്കെ വാങ്ങിച്ചു കൊടുക്കുന്നുണ്ടെങ്കിലും അവൾ അത് കുടിക്കുന്നില്ല. അവളുടെ അനിയനെ സ്കൂൾ മാറ്റാൻ വേണ്ടിയിട്ടല്ലേ അവളെയും സ്കൂൾ ട്രാൻസ്ഫർ ചെയ്തത്, എപ്പോഴും അവനെയല്ലേ കെയർ ചെയ്യുക എന്നൊക്കെ കരഞ്ഞുകൊണ്ട് അവൾ ചോദിക്കുന്നത് കേട്ട് അവളുടെ അച്ഛൻ അവൾക്ക് പറഞ്ഞു കൊടുക്കുകയാണ്, അങ്ങനെയൊന്നുമില്ല, ചെറുപ്പം മുതലേ അവൻ ഹെൽത്തി അല്ലാത്തത് കൊണ്ടാണ് അവനെ കൂടുതൽ കെയർ ചെയ്തത്. ആ സമയം നിന്റെ ഫീലിങ്സ് നോക്കാത്തത് ഞങ്ങളുടെ ഭാഗത്ത് വന്ന് തെറ്റാണ്. പക്ഷെ സ്കൂൾ ട്രാൻസ്ഫർ ചെയ്തത് അവന് വേണ്ടിയൊന്നുമല്ല, നിങ്ങൾ രണ്ടുപേരും നല്ല നിലയിൽ നിൽക്കണമെന്നാണ് ഞങ്ങളുടെ രണ്ടുപേരുടെ ആഗ്രഹം. ഞങ്ങള് അത്രയ്ക്ക് പഠിക്കാത്തത് കൊണ്ട് ഞങ്ങൾക്ക് നല്ല ജോലിയൊന്നുമില്ല, പക്ഷെ നിങ്ങൾക്ക് ആ അവസ്ഥ വരരുത് എന്ന് വിചാരിച്ചാണ് ഞാനും അമ്മയും നിങ്ങളെ പഠിപ്പിക്കുന്നത്. നിങ്ങൾ രണ്ടുപേരെയും പഠിപ്പിക്കാൻ വേണ്ടി ഞാനും അമ്മയും എന്ത് എഫേർട്ട് വേണമെങ്കിലും ഇടും എന്നൊക്കെ അച്ഛൻ പറയുന്നത് കേട്ട് അവൾ കരയുന്നു.
അടുത്ത ദിവസം സ്കൂളിൽ പോയി അവൾ സാറെടുത്ത് പോയി പറയുകയാണ്, എനിക്ക് ഈ സ്കൂളിൽ തന്നെ കണ്ടിന്യൂ ചെയ്യണം. എന്നിൽ വിശ്വസിച്ചിരിക്കുന്ന ഒരുപാട് പേരുണ്ട്, അവരെ ഒന്നും തളർത്താൻ എനിക്കാവില്ല. അതുകൊണ്ട് ഞാൻ ഇനി നന്നായിട്ട് പഠിക്കും. ഇനി വരുന്ന എക്സാമിൽ ഞാൻ നല്ല മാർക്ക് വാങ്ങും എന്ന് പറഞ്ഞ് അവൾ അവിടെ നിന്ന് പോകുന്നു. അവൾ നേരെ ചെല്ലുന്നത് ലൂഷിയെ കാണാനാണ്. നിന്റെ ബാഗ് പൊളിച്ചത് ഞാനാണ്, അത് ഞാൻ നിന്നോട് സോറിയും ചോദിച്ചു കഴിഞ്ഞു. ഇനി നിനക്ക് ആ ദേഷ്യം മാറിയില്ല എന്നുണ്ടെങ്കിൽ നിനക്ക് എന്റെ വേഗം പൊള്ളിക്കാം, പക്ഷെ അതിന്റെ പേരിൽ ഇനി എന്നെ ഉപദ്രവിക്കരുത് എന്നും പറഞ്ഞ് അവൾ അവിടെ നിന്ന് പോകുന്നു. നമ്മുടെ ഷോജു ആണെങ്കിൽ ഇനി പഠിച്ച് നന്നാവാൻ പോകും എന്ന് തീരുമാനിച്ച മട്ടാണ്. അങ്ങനെ അവർക്ക് ബ്രേക്ക് സമയത്ത് ലൂഷി ബോബോനെ കളിക്കാൻ വിളിക്കുമ്പോൾ അവൻ പറയുന്നു, ഞാനില്ല, ഈ മന്ത്ലി എക്സാമിൽ മാർക്ക് കുറഞ്ഞാൽ എന്റെ കാലൊടിക്കുമെന്ന് എന്റെ അച്ഛൻ പറഞ്ഞിട്ടുണ്ട് എന്നും പറഞ്ഞിരിക്കുന്ന അവന്റെ അടുത്ത് ലൂഷി വന്ന് പറയുകയാണ്, അത് നീ പേടിക്കേണ്ട ആവശ്യമില്ല, ഇപ്രാവശ്യം നമ്മുടെ ക്ലാസ്സിൽ ഷോജു ഉണ്ടല്ലോ, അവളായിരിക്കും ക്ലാസ്സിൽ ലാസ്റ്റ് എന്ന്. അങ്ങനെ ഷോജുവും ബോബോവും തമ്മിൽ ഒരു കോമ്പറ്റീഷൻ നടത്തുകയാണ്. സാധാരണ എല്ലാ കുട്ടികളും ഫസ്റ്റ് ആവാനാണ് മത്സരം വെക്കുന്നതെങ്കിലും ഇവര് ക്ലാസ്സിൽ ലാസ്റ്റ് ആവാതിരിക്കാനാണ് മത്സരം വെക്കുന്നത്. ഷോജുവിനെ തോൽപ്പിക്കാൻ വേണ്ടി ലൂഷി ബോബോനെ പഠിപ്പിച്ചു കൊടുക്കാം എന്ന് പറയുന്നു. ഇത് കേട്ട് ഷോജു ക്യൂവിനോട് അവളെ പഠിപ്പിക്കുമോ എന്ന് ചോദിക്കുമ്പോൾ അവള് പറയുന്നു, എനിക്ക് പഠിക്കാനൊക്കെ അറിയാം, പക്ഷെ എനിക്ക് പഠിപ്പിക്കാൻ അറിയില്ല എന്ന്. അങ്ങനെ അവർ നിൽക്കുമ്പോഴാണ് ചെങ്ലങ് അവിടേക്ക് വന്നിട്ട് ഷോജുവിനെ അവൻ പഠിപ്പിക്കാമെന്ന് പറയുന്നത്. ചെങ്ലങ് അങ്ങനെ അവളെ പഠിപ്പിക്കാൻ സ്റ്റാർട്ട് ചെയ്യുന്നു. ഇത് കണ്ട ലൂഷിയും ബോബോനെ അവരെ കൂടെ ഇരുന്ന് പഠിപ്പിക്കുന്നു. ബോബോ ആണെങ്കിൽ ABCD ഓർഡറിൽ ആൻസർ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇതൊക്കെ കണ്ട ലൂഷി, ഇങ്ങനെ പോയാൽ നീ ഇങ്ങനെ മാർക്ക് വാങ്ങാനാ, ഇതൊക്കെ ഞാൻ കുറച്ച് മുന്നേ നിന്നെ പഠിപ്പിച്ചിട്ടല്ലേ ഉള്ളൂ എന്നൊക്കെ പറഞ്ഞ് അവൻ ഒരുപാട് ചീത്ത പറയുന്നു. ബോബോ അവരോട് പറയുകയാണ്, നീ ചെങ്ലിങ്ങിനെ പോലെ ജെന്റിലായിട്ട് എന്നെ പഠിപ്പിക്കി, അങ്ങനെയാകുമ്പോൾ ഞാൻ പെട്ടെന്ന് പഠിച്ചോളാം എന്നൊക്കെ. ലൂഷി എത്രത്തോളം പഠിപ്പിച്ചു കൊടുത്തിട്ടും ബോബോനാണെങ്കിൽ ഒന്നും തന്നെ തലയിൽ കയറുന്നില്ല. ഷോജു രാത്രി അവളുടെ വീട്ടിലിരുന്ന് പഠിക്കുകയാണ്. ബോബോവും ലൂഷിയുടെ വീട്ടിൽ വന്നിരുന്ന് പഠിക്കുകയാണ്. സിമ്പിൾ മെത്തേഡ് വരെ ലൂഷിയെ എങ്ങനെ പറഞ്ഞു കൊടുത്തിട്ടും ബോബോന് മനസ്സിലാവുന്നില്ല. റൂമിൽ വന്ന ലൂഷി വിൻഡോയിലൂടെ കാണുന്നു ഷോജു പഠിക്കാൻ ഇരുന്നു കൊണ്ട് ഉറങ്ങുന്നത്. ഇത് കണ്ട ലൂഷി ബോബോന്റെ അടുത്ത് ഓടി വന്ന്, നീ പേടിക്കണ്ട, ഷോജു ഉറങ്ങുകയാണ് എന്ന് പറയാൻ വരുമ്പോഴേക്കും ബോബോവും അവിടെ ഇരുന്ന് ഉറങ്ങായിരുന്നു. ഷോജു എന്തായാലും ഉറങ്ങിയില്ലേ, ഞാനും ഉറങ്ങട്ടെ എന്ന് പറഞ്ഞ് ബോബോ അവിടെ കിടന്നുറങ്ങുന്നു. ഇവര് പഠിക്കുകയാണെന്ന് അവൾ വിചാരിച്ചോട്ടെ എന്ന് വെച്ച് ലൂഷി ലൈറ്റ് ഒന്ന് ഓഫ് ചെയ്യാതെ കിടക്കുന്നു. ഉറക്കത്തിൽ എപ്പോഴും എഴുന്നേറ്റ് ഷോജു നോക്കുമ്പോൾ ലൂഷിയുടെ റൂമിൽ ലൈറ്റ് കാണുന്നു. അവരിപ്പോഴും പഠിക്കുകയാണോ എന്ന് പേടിച്ച് അവളും ഇരുന്ന് പഠിക്കുന്നു. ലൂഷി ബോബോനെ കൊണ്ട് ഷോജുവിന്റെ പേപ്പർ അവൾ അറിയാതെ എടുക്കാൻ പറഞ്ഞിട്ട് അത് നോക്കുകയാണ്. നമ്മളെപ്പോഴും നമ്മുടെ എതിരാളിയുടെ വീക്ക്നെസ് അറിയണം എന്നും പറഞ്ഞ് ലൂഷി അവൾ എങ്ങനെയാണ് ആൻസർ ചെയ്തിരിക്കുന്നത് എന്നൊക്കെ നോക്കുന്നു. ഇതേപോലെ ഷോജുവും ബോബോന്റെ പേപ്പർ എടുത്തു വെച്ച് അവൻ എങ്ങനെയാണ് ആൻസർ ചെയ്തത് എന്ന് നോക്കുകയാണ്. ഇവരങ്ങനെ പരസ്പരം ഷോജുവിന്റെ പേപ്പർ ബോബോ എടുത്തെന്നും ബോബോന്റെ പേപ്പർ ഷോജു എടുത്തെന്നും അറിഞ്ഞ് അവരവിടെ ക്ലാസ്സിൽ കിടന്ന് പേപ്പറിന് വേണ്ടി ഓടി അടി പിടിക്കുകയാണ്. ഇവരവിടെ കിടന്ന് ഓടുന്നത് കണ്ട ലൂഷി, നിങ്ങളൊരു ചെറിയ കുട്ടിയാണോ, ക്ലാസ്സിലെ ഫസ്റ്റ് ആവാനൊന്നുമല്ലല്ലോ നിങ്ങൾ മത്സരിക്കുന്നത്, ക്ലാസ്സിലെ ലാസ്റ്റ് ആവാനല്ലേ എന്ന് പറയും. ഇത് കേട്ട് അവർ രണ്ടുപേരും അവരുടെ അടി നിർത്തുന്നു. അങ്ങനെ അവരുടെ എക്സാം ഡേ ആകുന്നു. എക്സാം ഒക്കെ കഴിഞ്ഞ് ബോബു ഫസ്റ്റ് തന്നെ പേപ്പർ കൊടുക്കുന്നു. അവൻ അങ്ങനെ ഹാപ്പി ആയിട്ട് എക്സൈറ്റ്മെന്റിൽ പറയാണ്, ഫിസിക്സ് എക്സാം വളരെ സിമ്പിൾ ആയിരുന്നു, നിങ്ങൾ ഡിസ്കസ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല, ലാസ്റ്റ് വലിയ ക്വസ്റ്റ്യൻ ആൻസർ 5 അല്ലേ എന്നൊക്കെ അവൻ കോൺഫിഡൻസോടെ പറയുന്നത് കേട്ട് ചെങ്ലങ് അവനോട് പറയുകയാണ്, അതല്ലല്ലോ ക്വസ്റ്റ്യൻ, ആ ക്വസ്റ്റ്യന്റെ ബാക്കി ഭാഗം പേപ്പറിന്റെ ലാസ്റ്റ് പേജിലുണ്ടായിരുന്നല്ലോ, നീ അത് കണ്ടില്ലേ എന്ന് ചോദിക്കുന്നു. അപ്പോഴാണ് ബോബോന് മനസ്സിലായത് അവൻ ആ ക്വസ്റ്റ്യൻ കണ്ടിട്ടില്ലായിരുന്നു. അവൻ അങ്ങനെ ലൂഷിയെ നോക്കുമ്പോൾ ഇവനൊന്നും ചെയ്തിട്ട് കാര്യമില്ല എന്ന് മനസ്സിലാവുന്ന ലൂഷി അവൻ അടിക്കാതെ അവിടെ നിന്ന് പോകുന്നു. അങ്ങനെ സെക്കൻഡ് ഡേ എക്സാം ആകുമ്പോൾ ലൂഷിയെ കാണിക്കാൻ വേണ്ടി അവൻ ബോട്ടിൽ കൊണ്ട് കണ്ണിൽ വെള്ളമൊക്കെ ഒഴിച്ച് കരയുന്നത് പോലെ അവിടെ ഇരിക്കുന്നു. ലൂഷി വന്ന് എക്സാമിന് വരുന്നില്ലേ എന്ന് ചോദിക്കുമ്പോൾ, ഇനി എക്സാം എഴുതിയിട്ട് കാര്യമില്ല, എന്റെ അച്ഛൻ എന്റെ കാല് തല്ലി ഒഴിക്കും, അതുകൊണ്ട് ഈ എക്സാമിന് ലൂഷിയോട് അവനെ ഹെൽപ്പ് ചെയ്യാൻ പറയുന്നു, എന്ന് വെച്ചാൽ കോപ്പി അടിക്കാൻ ഹെൽപ്പ് ചെയ്യാൻ പറയുന്നു. ഇത് കേട്ട ലൂഷി ആണെങ്കിൽ അതിന് സമ്മതിക്കുന്നില്ല. ഇപ്പോ നിന്റെ കാലം നിന്റെ അച്ഛൻ തല്ലി ഒടിക്കൂ, ഞാൻ നിന്നെ കോപ്പി അടിക്കാൻ സഹായിച്ചാൽ ആ കാര്യം എന്റെ അച്ഛൻ അറിഞ്ഞാൽ എന്റെ കാലം കൂടി തല്ലി ഒടിക്കും. വീണ്ടും വീണ്ടും ബോബു കരഞ്ഞുകൊണ്ട് റിക്വസ്റ്റ് ചെയ്യുമ്പോൾ അവൻ ലാസ്റ്റ് ഈ ഒരു എക്സാം മാത്രം എന്ന് പറഞ്ഞ് സമ്മതിക്കുന്നു. അങ്ങനെ എക്സാം എഴുതുമ്പോൾ ബോബോ ലൂഷിയോട് ചോദിക്കുന്നത് കണ്ട് മിസ് ബോബോന് സീറ്റ് മാറ്റി ഷോജുവിന്റെ ബാക്കിൽ കൊണ്ടിരുത്തുന്നു. എല്ലാവരും എക്സാം എഴുതുന്നു. ബോബോ ആണെങ്കിൽ ഒന്നും അറിയാതെ അവിടെ ഇരിക്കുകയാണ്. എക്സാം കഴിയാൻ ഇനി 15 മിനിറ്റ് ബാക്കിയുള്ളൂ എന്ന് മിസ് പറഞ്ഞപ്പോൾ അവൻ ലൂഷിയെ വിളിക്കാൻ വേണ്ടി സൗണ്ട് ഉണ്ടാക്കുന്നു. ലൂഷി അങ്ങനെ തിരിഞ്ഞു നോക്കുമ്പോൾ മൂന്നാമത്തെ ക്വസ്റ്റ്യന്റെ ആൻസർ എന്താ എന്ന് അവൻ ചോദിക്കുന്നു. ലൂഷി കൈകൊണ്ട് കാണിക്കുന്നുണ്ടെങ്കിലും അവൻ അതൊന്നും മനസ്സിലാകുന്നില്ല. അവസാനം പേപ്പറിൽ എഴുതി കൊടുക്കാൻ പറയുന്നു. ലൂഷിയെ സമ്മതിക്കാഞ്ഞിട്ട് അവൻ അവിടെ ഇരുന്ന് കരഞ്ഞു ചോദിക്കുമ്പോൾ ലൂഷി എഴുതി തരാമെന്ന് സമ്മതിക്കുന്നു. അങ്ങനെ പേപ്പറിൽ എഴുതി അവൻ എറിഞ്ഞു കൊടുക്കുന്നു. ആ പേപ്പർ ആണെങ്കിൽ ചെന്ന് വീഴുന്നത് ഷോജുവിന്റെ സൈഡിൽ. ഷോജുവിനോട് ആ പേപ്പർ പാസ് ചെയ്യാൻ പറയുമ്പോൾ പേടി കാരണം അവൾ ഫസ്റ്റ് സമ്മതിക്കുന്നില്ല. ലാസ്റ്റ് രണ്ടും കൽപ്പിച്ച് അവൾ കണ്ണ് പൊട്ടി കാല് കൊണ്ട് ആ പേപ്പർ ചവിട്ടി പേപ്പർ അവളുടെ അടുത്തേക്ക് വലിക്കുന്നു. ആ സൗണ്ട് ആണെങ്കിൽ ക്ലാസ് ഫുള്ള് കേട്ടു.
അങ്ങനെ ടീച്ചർ അവളുടെ അടുത്ത് വന്ന് അവളുടെ കാല് മാറ്റാൻ പറയുന്നു. അവളുടെ കാലിന്റെ അടിയിൽ പേപ്പർ കണ്ട ടീച്ചർ നീ എക്സാമിന് ചീറ്റ് ചെയ്തു എന്ന് പറയുമ്പോൾ ലൂഷി പറയുന്നു അത് അവളല്ല, ഞാനാണ് ആ പേപ്പർ എഴുതി എറിഞ്ഞത് എന്ന്. പക്ഷെ ടീച്ചർ ആണെങ്കിൽ അത് വിശ്വസിക്കുന്നില്ല. ടീച്ചർ അവളോട് പറയാണ് നാളെ തന്നെ ഞങ്ങൾ നിന്റെ പാരന്റ്സിനോട് പറയുമെന്നൊക്കെ. ഇത് കേട്ട് അവള് വീട്ടിലിരുന്ന് ഉറക്കെ കരയാണ്. ഞാൻ ചീറ്റ് ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞ് കരയുന്നത് കേട്ട് അവളുടെ അമ്മ വന്ന് പറയുന്നു അത് ഞങ്ങൾക്ക് അറിയാമെന്ന്. നിങ്ങൾ എന്നെ വിശ്വസിക്കുന്നുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ ഞങ്ങളല്ലാതെ പിന്നെ വേറെ ആര് നിന്നെ വിശ്വസിക്കാനാ, നീ ഇപ്പൊ കരയേണ്ട ആവശ്യമൊന്നുമില്ല, നാളെ ഞാൻ നിന്റെ സ്കൂളിൽ വന്ന് പറഞ്ഞോളാം എന്ന് പറയുന്നു. അവൾക്ക് വേണ്ടി അവളുടെ അമ്മ പുതിയ ഷൂസും യൂണിഫോമും ഒക്കെ വാങ്ങിയിരുന്നു. അവളുടെ അമ്മയ്ക്ക് അവളോട് സ്നേഹമൊക്കെ ഉണ്ട്, പക്ഷെ അത് അങ്ങോട്ട് നന്നായിട്ട് എക്സ്പ്രസ് ചെയ്യുന്നില്ല. അടുത്ത ദിവസം ഷോജു അവളുടെ അമ്മയും കൊണ്ട് സ്കൂളിലേക്ക് വരുമ്പോൾ അവർ ഓഫീസിലെത്തും കാണുന്നത് ലൂഷിയും ബോബോവും കൂടി അവരുടെ സാറെടുത്ത് സത്യങ്ങളൊക്കെ പറയുന്നതാണ്. ഞാനും ബോബോവും ആണ് ചീറ്റ് ചെയ്തത് എന്നും അത് കണ്ട് ഷോജു ഞങ്ങളെ തടയാൻ ശ്രമിച്ചതാണ് എന്നും. ഇത് കേട്ട ടീച്ചർ അവരുടെ മാർക്ക് 0 ആക്കും എന്നും പറയുന്നു. അതുകൂടാതെ അവരുടെ ഇമ്പോസിഷൻ എഴുതാൻ പറയുന്നു. അങ്ങനെ അവരെ അവിടുന്ന് പറഞ്ഞയച്ച് ഷോജുവിന്റെ അമ്മയെ ഓഫീസിലേക്ക് വിളിക്കുന്നു. അവരങ്ങനെ പുറത്തേക്ക് നടന്നു പോകുമ്പോൾ ഷോജു ഓടി വന്ന് ലൂഷിയോട് താങ്ക്സ് പറയുന്നു. ഞാൻ നിന്നെ ഹെൽപ്പ് ചെയ്തതൊന്നുമല്ല, നിന്നോട് സംസാരിക്കാൻ എനിക്ക് സമയമില്ല എന്ന് പറഞ്ഞ് അവനും ബോബോ അവിടുന്ന് പോകുന്നു. ഇതൊക്കെ കണ്ട് ചെങ്ലിങ് പറയുന്നു ഞാൻ നിന്നോട് പറഞ്ഞില്ലേ അവൻ എങ്ങനെയാണ്, അവന് മനസ്സിലാക്കാൻ കുറച്ച് സമയമെടുക്കുമെന്ന്. അത് കേട്ട ഷോജു ശരിയാണ്, അവൻ അത്രയ്ക്ക് ചീത്ത കുട്ടിയൊന്നുമല്ല എന്ന് പറയുന്നു. അവൾ അങ്ങനെ സ്കൂൾ വിട്ട് നടന്നു വരുമ്പോൾ ലൂഷിയും ചെങ്ലങ്ങും കൂടി സംസാരിച്ച് നിൽക്കുന്നത് കണ്ട് അവൾ നോക്കുന്നു. ഇവരെ പഠിപ്പിക്കുന്നതിന്റെ പേരിൽ ലൂഷിയും ചെങ്ലങ്ങും ഒരു ബെറ്റ് വെച്ചിരുന്നു. ആരാണോ ജയിക്കുന്നത് അവർക്ക് ഗെയിം കാർഡ് കിട്ടുമെന്ന്. ഷോജുവിന് മാർക്ക് കൂടിയത് കൊണ്ട് ചെങ്ലങ് ആണ് ബെറ്റിൽ ജയിച്ചത്. അതുകൊണ്ട് ലൂഷി ചെങ്ലങ്ങിന് ഗെയിം കാർഡ് കൊടുക്കുന്നു. ഇത് കണ്ട ഷോജു ആണെങ്കിൽ ഞാൻ എല്ലാം കണ്ടു, നിങ്ങളപ്പോ ഇതിനു വേണ്ടിയാണല്ലോ ഇതൊക്കെ ചെയ്തത് എന്ന് ചോദിക്കുന്നു. നീ കണ്ട ഞങ്ങൾക്ക് എന്താ എന്നൊക്കെ ലൂഷി പറഞ്ഞു നിൽക്കുമ്പോഴാണ് അവന്റെ അച്ഛൻ അവിടേക്ക് വരുന്നത്. നിനക്ക് എത്ര ധൈര്യം ഉണ്ടായിട്ടാ നീ എക്സാമിന് ചീറ്റ് ചെയ്യുന്നത് എന്നും ചോദിച്ച് അവിടെ കണ്ട വടിയെടുത്ത് ലൂഷിയെ അടിക്കാൻ വേണ്ടി അവന്റെ പുറകെ ഓടുന്നു. അങ്ങനെ അവന്റെ അച്ഛൻ ലൂഷിയെ ഓടിക്കുന്നത് കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ ഈ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുന്നത്. അപ്പൊ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യുക. അടുത്ത എപ്പിസോഡായിട്ട് വരുന്നത് വരെ ബൈ.